ഒരു ചരിത്ര കാലഘട്ടം പിന്നിടുന്ന ഈ സമയത്ത് കൊല്ലം ജില്ലയിൽ വെച്ച് നടക്കുന്ന 25ാം സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് സാഹസങ്ങളുടെ രൂപീകരണ പരിപാടി നമ്മളുടെ തന്നെ സ്ഥാപനമായ ഈ ടൈലറിംഗ് കോളേജിന്റെ ആഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. 14 ജില്ലകളിൽ നിന്നായി 1 ലക്ഷത്തോളം തൊഴിലാളികൾ കൊല്ലം പട്ടണത്തിൽ നമ്മളുടെ ശക്തി തെളിയിക്കുന്ന പ്രകടനവുമായി എത്തുമ്പോൾ ആതിഥേയ ജില്ലയായ കൊല്ലം എങ്ങനെയായിരിക്കണം? ആത്മാർത്ഥതയോട് മുന്നേറി മറ്റ് ജില്ലകൾക്ക് മാതൃകയാകുന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ നമ്മുടെ ജില്ലയിലാണ് പ്രവർത്തനത്തിന് കഴിയണം. ചരിത്രത്തിലേക്ക് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ സംഘടന ജന്മം കൊണ്ടത് എറണാകുളം ജില്ലയിലാണെങ്കിലും കർമ്മം കൊണ്ട് വളരാൻ മാതൃക കാണിച്ച ജില്ല കൊല്ലക്കാരാണ്. സ്വന്തമായി 1 സെന്റ് ഭൂമി വാങ്ങി സ്വന്തമായ ഒരു ആസ്ഥാനം നിർമ്മിച്ച് തനതായ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാതൃകയായി അത് സംസ്ഥാന വ്യാപകമായി വ്യാപിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കും. ആ ജില്ല ഒരു കാരണവശാലും തളരാൻ പാടില്ല, പിന്നോക്കം പോകാൻ പാടില്ല. ചരിത്രങ്ങളുടെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പല മാറ്റങ്ങള് തൊഴിലാളികളുടെ പ്രസ്ഥാനങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോകത്ത് തൊഴിലാളികൾ സംഘടിക്കാനുണ്ടായ സാഹചര്യവും നമ്മുടെ രാജ്യത്ത് തൊഴിലാളി സംഘടന രൂപീകൃതമായ കാലഘട്ടവും അന്ന് ആ തൊഴിലാളി സംഘടനയ്ക്ക് ഉണ്ടായിരുന്ന അവരുടെ തത്വശാസ്ത്രങ്ങളും ഇന്ന് ഇന്ത്യ രാജ്യത്തെ ട്രേഡ് യൂണിയൻ രംഗത്ത് ഇന്നും ഒരു കൈമുതലായി ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഏകവർഗ തൊഴിലാളികളുടെ രാഷ്ട്രീയ വിശ്വാസികളായ തൊഴിലാളി സംഘടന ഈ കേരളത്തിന്റെ ഏകൈകയാണ് എന്ന് പറയുന്നതിന് ഏറെ അഭിമാനമുണ്ട്. എന്താണ് കാരണം? 4 ലക്ഷത്തിലധികം മെമ്പർഷിപ്പുള്ള ഈ സംഘടന ജാതി ഏതെന്ന് തിരക്കാതെ, രാഷ്ട്രീയം ഏതെന്ന് തിരക്കാതെ, മതം ഏതെന്ന് തിരക്കാതെ മനുഷ്യൻ മനുഷ്യനായിരിക്കണം, തൊഴിലാളി തൊഴിലാളിയായിരിക്കണം എന്ന ആശയം ഇന്നും മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ചാഞ്ചാട്ടവും ഇല്ലാതെ മുന്നേറുന്ന ഈ സംഘടനയ്ക്ക് ഇനിയും ഏറെക്കാലം പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ തൊഴിൽ മേഖല, പരമ്പരാഗത തൊഴിൽ മേഖലകൾ നശിച്ചതുപോലെ നശിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. പരമ്പരാഗത തൊഴിലായ കയർ, കശുവണ്ടി, കൈത്തറി, ഈ വക തൊഴിലൊക്കെ കേരളത്തിന് സ്വന്തമാണ്. പക്ഷെ ആ കേരളത്തിന് സ്വന്തമായി ഇതെല്ലാം ഇന്ന് അന്യം നിന്ന് പോയെങ്കിൽ തയ്യൽ തൊഴിലും ഇന്ന് ആ അവസ്ഥയിലേക്ക് കടന്നെങ്കിൽ അതിനൊക്കെ ഈ തൊഴിലാളികളെ നിലനിർത്തുവാനും നൂതനമായ ടെക്നോളജി അവർക്കും സ്വയാതീതമാക്കി കൊടുത്തുകൊണ്ട് ഈ തൊഴിലിനെ സംരക്ഷിക്കണമെന്ന ഉത്തരവാദിത്വം ഈ വർഗ സംഘടനയെ കൊണ്ടു എന്ന വിശ്വാസത്തിലാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നേറ്റത്തിനകത്ത് സാമൂഹ്യമായ പരിഷ്കരണത്തിന് വേണ്ടുന്ന എല്ലാ ഘടനകളും എല്ലാ തത്വശാസ്ത്രങ്ങളും നമ്മൾ ഈ സംഘടന സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടുംബശ്രീ സമ്പ്രദായത്തിന് തകർക്കാനായിട്ടുള്ള ജാതിമത കോമരങ്ങള് കച്ചകെട്ടിറങ്ങിയ 2010-12 കാലഘട്ടത്തിൽ തന്നെ ഈ സാമൂഹ്യ വിപത്തിനെതിരെ പോരാടാൻ 12-ൽ തുടങ്ങിയ നമ്മുടെ സ്വയം സഹായ സംഘം നാം നടത്തിവന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങള് അതെല്ലാം ഇന്ന് രാജ്യത്തെ പരമോന്നത സാമ്പത്തിക ക്യാപിറ്റല് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആർബിഐയുടെ മുന്നിൽ നിന്ന് ടോൾവേ എക്സംഷൻ ആദ്യം മേടിച്ചെങ്കിൽ 2ാം ഘട്ടമായി 10ACയും 80Gയും വാങ്ങി ഇന്ന് CSR ഫണ്ട് വരെ നമ്മുടെ തൊഴിലാളികൾക്ക് വാങ്ങിക്കൊടുത്ത് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് വളരെ ശക്തമായ ഒരു ജീവകാരുണ്യ സംവിധാനം നമുക്ക് പടുത്തുയർത്തുവാനും വളർത്തുവാനും കഴിഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട്. നമ്മുടെ പുതിയ തലമുറയെ ചേർത്ത് പിടിക്കുവാനും ഈ അപകടങ്ങളെ ലോകത്ത് കൊലയാളികളായിട്ടുള്ള ആളുകൾ ഭരണ നേതാക്കന്മാരായിട്ട് വന്ന് കൊന്നൊടുക്കി ആനന്ദം കാണുന്ന ഒരു സംസ്കാരം ലോകത്ത് വളർന്നു വരുന്നുവെങ്കിൽ നമ്മുടെ പിന്തുണ തലമുറക്കാരെ നിലനിർത്തുവാനും അവരിലെ മനുഷ്യത്വം
ആശയ തർക്കങ്ങളുടെ 100 വർഷം പിന്നിട്ട ഈ കാലഘട്ടങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വിഷയങ്ങളിലൊക്കെ സത്തകളെ മാത്രം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ശരിയുടെ പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോയവരാണ്. അപ്പൊ ഇനി ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇനി ചെയ്തു തീർക്കാനുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2006 തുടങ്ങിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ 2020 നമ്മൾ ദിവസം 1 രൂപ വീതം കോൺട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ നടത്തിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിൽ കോവിഡ് വന്നതിലുണ്ടായ നമ്മുടെ തകർച്ചകളെ ഒക്കെ അതിജീവിച്ച് 23-ൽ 24-ലുമായി 160 രൂപയുടെ 60, 100, 160 രൂപയുടെ ഇളവുകൾ പ്രഖ്യാപിച്ച് ആ ട്രസ്റ്റ് 25-ലെ 16-ാം തീയതി ഭാവി പരിപാടി കൊല്ലം പട്ടണത്തിൽ വെച്ച് പ്രഖ്യാപിക്കുമ്പോൾ ഇനിയും കാതലായ ഒരു കുറവ് വരുത്തിക്കൊണ്ട് ഘട്ടമായി ഈ 4 ലക്ഷം തൊഴിലാളികളുടെ 1 രൂപ കോൺട്രിബ്യൂഷൻ ഇല്ലാത്ത വിധത്തില് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന 15 ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു നല്ല സുദിനം നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ മുമ്പോട്ടുള്ള പ്രയാണം ഓർമ്മിപ്പിക്കുന്നതിനോടൊപ്പം ഈ സമ്മേളനം വിജയിപ്പിക്കാൻ നല്ല സംഗമനം വേണം. ആ സംഗമനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്റെ കാഴ്ചപ്പാടിൽ 300 സീറ്റാണ് നമ്മൾ നേതാക്കന്മാർക്ക് വേണ്ടി ഇവിടെ കരുതിയത്. ആ 300-ൽ കവിഞ്ഞ് 400ഓളം ആളുകൾ നമുക്കിവിടെ ഇന്നിവിടെ ഹാജരുണ്ട്. ആ ഹാജരുള്ള സ്ഥിതിക്ക് 501 പേരടങ്ങുന്ന ഒരു സ്വാഗത സംഘമായി നമുക്ക് ഇവിടുന്ന് ഈ സമ്മേളനം വിജയിപ്പിക്കാൻ നമുക്ക് മാറേണ്ടിയിരിക്കുന്നു. ഈ 25ാം സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ കേരളം മൊത്തം നമ്മുടെ സ്ഥാപനങ്ങളില്, നമ്മുടെ ഓഫീസുകളില്, നമ്മുടെ ഭവനങ്ങളിലൊക്കെ തന്നെ ജൂലൈ 1 എന്ന് പറയുന്നത് നമ്മുടെ പതാക ദിനമായി ആചരിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ജൂലൈ 1 എന്ന് പറയുന്നത് 25ാം സമ്മേളനത്തിന്റെ പതാക ദിനമാണ്. ആ അന്ന് നമ്മൾ ഉയർത്തുന്ന പതാക ജൂലൈ 16-ാം തീയതി കഴിഞ്ഞ് 17-ാം തീയതി നമ്മൾ അടിച്ചു മാറ്റുന്നുള്ളൂ. അതുവരെ നമ്മൾ ഹൃദയത്തിൽ ഇരിക്കുന്നതിന് സമമായി നമ്മൾ സമൂഹത്തിൽ അത് പ്രദർശിപ്പിച്ച് മുന്നേറി നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതിനോടൊപ്പം തന്നെയാണ് നമ്മളിപ്പോൾ നടത്തി വരുന്ന കർമ്മ പദ്ധതികളിലെ ഏറ്റവും പ്രധാനമായി പരിശീലനം, ഉത്പാദനം, വിപണനം, ക്ഷേമം എന്ന് പറയുന്ന ആശയം 100% ആ പ്രഖ്യാപിക്കപ്പെട്ട 4 ആശയങ്ങളെയും ഒറ്റ വർഷം കൊണ്ട് നമ്മൾ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ അതിന്റെ എല്ലാ തലങ്ങളിലും നമ്മൾ കരസ്പർശം ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ 250-ലധികം കൗണ്ടറുകൾ 14 ജില്ലയിലായി 250 തൊഴിലാളികളെ മുതലാളിമാരായി കൈപിടിച്ചുയർത്തി ആ ഘട്ടത്തിലേക്ക് ഇന്ന് ടൈലർ പെച്ചിന്റെ കൗണ്ടറുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങളെ അതിവിദൂരമല്ലാതെ നമുക്ക് കഴിഞ്ഞ ആഗസ്റ്റ് മാസം 5-ാം തീയതി തുടങ്ങിയ ടൈലർ പെച്ചിന്റെ കൗണ്ടറുകൾ 1-ാം നമ്പറിൽ തുടങ്ങി ഇന്നലെ വരെയായി 250-ന് മുകളിൽ പോയെങ്കിൽ 1 വർഷം പിന്നിട്ടിട്ടില്ല. ആ 1 വർഷം പിന്നിട്ടിട്ട് മുന്നേറുന്ന കാലയളവിൽ ഇതൊരു 500 കൗണ്ടറുകളിലേക്കെങ്കിലും ഉയർന്നു കഴിഞ്ഞാൽ പ്രതിവർഷം 20 കോടി കുറയാനുള്ള വിറ്റുവരവുള്ള ഒരു മഹാപ്രസ്ഥാനമായി ഇത് മാറുന്ന ഘട്ടങ്ങളിലാണ് ഇപ്പോൾ ഈ ടൈലറിംഗ് ലേബർ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നമ്മൾ കൊടുക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ക്യാൻസർ ബാധിച്ചവരുടെ കീമോയ്ക്ക്, റേഡിയോസിന് 10,000 രൂപ നമ്മൾ കൊടുക്കുന്നത് ഈ ടൈലറിംഗ് ലേബർ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെയാണ്. അതുപോലെ തന്നെ കിടപ്പ് രോഗികളും ഡയാലിസിസ് രോഗികൾക്കും കൊടുക്കുന്ന ധനസഹായവും നമ്മൾ ഈ ട്രസ്റ്റിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു ഭാഗത്ത് നമ്മൾ ഇതിനെ വളർത്തിക്കൊണ്ടുവരികയും ഈ വളർച്ചയ്ക്ക് അനുസൃതമായി നമ്മൾ മറുഭാഗത്ത് തൊഴിലാളികളുടെ കോൺട്രിബ്യൂഷൻ മുക്തമാക്കിക്കൊണ്ടുള്ള 15 സംരക്ഷണം കൊടുത്ത് നമ്മൾ പൂർത്തീകരിക്കുന്ന ഒരു സുദിനത്തിലേക്ക് വേണം നമുക്ക് ഇതിനെ വളർത്തിക്കൊണ്ടുപോകാൻ. ഈ ടൈലർ വെച്ച് ഒരു തയ്യൽ തൊഴിലാളി കുടുംബം 1000 രൂപയിൽ കുറയാതെ 1 വർഷം നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞതിന് ആദ്യത്തെ പർച്ചേസ് ചെയ്യേണ്ട ആളുകളുടെ കാറ്റഗറിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിരിക്കണം. രണ്ടാമത്
അതാത് ജില്ലയിലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിരിക്കണം. മൂന്നാമത് ആ ജില്ലയിലെ ഏരിയ കമ്മിറ്റി അംഗങ്ങളാവണം. നാലാമത് ആ ജില്ലയിലെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായിരിക്കണം. ഇപ്പൊ ഇത് മലയാള മനോരമ പത്രത്തിൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ 3 തയ്യക്കാരെ കുട്ടികളുടെ ഫോട്ടോ അടക്കം ഇതിന് വാർത്തയുണ്ട്. 3 വർഷമായി പ്രസവാനുകൂല്യത്തിന്റെ 2ാമത്തെ ഗഡു ക്ഷേമതി ബോർഡ് വിതരണം ചെയ്യുന്നില്ല. ആ ലേഖനം തയ്യാറാക്കിയ പത്രാധിപർക്ക് ഒരു ചോദ്യത്തിന്റെ മറുപടിയും കൂടെ അതിനകത്ത് കൊടുക്കണമായിരുന്നു. എന്താണ്? ഈ ആനുകൂല്യത്തിന് അപേക്ഷിച്ച തൊഴിലാളിക്ക് 2ാമത്തെ മാസം 2000 രൂപ അക്കൗണ്ടിൽ കയറിയെന്ന് അയാൾ തന്നെ സമ്മതിക്കുന്നു. അപ്പൊ ബാക്കി 13,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. കഴിഞ്ഞ ഏതാണ്ട് 13 വർഷത്തിന് മുമ്പ് ഈ പറയുന്നത് അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് വേണ്ടി 15,000 രൂപ വീതം പ്രസവാനുകൂല്യമായി സർക്കാർ കൊടുക്കും. അപ്പൊ ആ കൊടുക്കുമ്പം ആ സമയത്ത് നമുക്കുണ്ടായിരുന്ന നമ്മുടെ ക്ഷേമനിധി ബോർഡിൽ ആനുകൂല്യം പ്രസവാനുകൂല്യത്തിന്റെ 2,000 അപ്പൊ കേരളത്തിൽ അത് നൈപുണ്യ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവന്ന് കേരളത്തിന്റെ തൊഴിൽ വകുപ്പാണ് പറഞ്ഞത്, നിങ്ങൾ കൊടുക്കുന്ന കാശിന്റെ ബാക്കി കാശ് ഈ കേന്ദ്ര വിഹിതം കൂടെ തന്ന് ഈ 15,000 ആക്കാം. നമ്മുടെ വിഹിതം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നത്, കൊടുക്കുന്നത് മാത്രമല്ല ലേഖകന് തെറ്റിപ്പോയത്. നമ്മൾ അടയ്ക്കുന്ന 50 രൂപയ്ക്ക് നമ്മൾ 10,38 ലക്ഷം രൂപ 23 ബാങ്കിലോട്ടുള്ള 19 മുതലുള്ള പ്രസവാനുകൂല്യം നമ്മൾ അഡ്വാൻസ് ക്ഷേമനിധിയിൽ എടുത്ത് കൊടുത്ത ഒരു ക്ഷേമനിധിയാണ് നമ്മുടെ ക്ഷേമനിധി. അപ്പൊ എത്ര രൂപ കേന്ദ്ര ഗവൺമെന്റും ഈ ദൗത്യം ഏറ്റെടുത്ത സംസ്ഥാന സർക്കാരും കൂടെ ഈ തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ അടയ്ക്കണം. ഒരു വാർത്ത കൊടുക്കുമ്പോൾ പത്രധർമ്മത്തിന് നീതിക്കും ഉൾക്കൊള്ളുന്ന വിധത്തിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പത്രാധിപര് പ്രവർത്തിക്കണ്ടേ? പ്രവർത്തിക്കാതെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോഴോ? ഇന്ന് നടപടിക്കൊണ്ടിരിക്കുന്നത് ഏറെ നാളായിട്ട് 15 വർഷമായി ശ്രമിക്കുന്നു ഇടതും വലതും സർക്കാർ തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയെ മറ്റ് ക്ഷേമനിധികളുമായി കൂട്ടിക്കെട്ടണം. മറ്റ് ക്ഷേമനിധികളുമായി കൂട്ടിക്കെട്ടുമ്പോൾ അപകടം എന്താണ്? കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് മാസങ്ങളായി. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി റിട്ടയർമെന്റ് കിട്ടിയിട്ട് മേടിച്ചിട്ട് തന്നെ 4 വർഷത്തിൽ കൂടുതലായി. വെച്ച കാശ് തിരിച്ചു കൊടുക്കാതെ 4 വർഷത്തിന് കൂടുതലായി. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കൊടുക്കണം. ഈ ക്ഷേമനിധിയുടെ കൂട്ടത്തിൽ നമ്മളെ കൊണ്ട് കിട്ടിയാൽ നമ്മുടെ അവസ്ഥ ഉണ്ടാവും. നമുക്ക് അനുവദിച്ചു കൊടുക്കണോ? കൊടുക്കണ്ട. ഇപ്പൊ പുതിയതായുള്ള ഒരു പുതിയ ആവിഷ്കാരം ശിവകുട്ടിയുടെ നേതൃത്വത്തിൽ എന്താണ്? 16 ക്ഷേമനിധികളെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യൂണിക് ID കാർഡ് തരുന്നതിനും വേണ്ടി അക്ഷയ കേന്ദ്രത്തിന് കൊട്ടേഷൻ കൊടുത്ത് നിങ്ങളുടെ എല്ലാ രേഖകളുമായിട്ട് അവിടെ പോയി ഹാജരായി 70 രൂപ അടച്ചു കൊടുക്കണം. വന്നില്ലേ? ഞാനൊരു വീഡിയോ താഴോട്ട് കൊടുത്ത് തയ്യക്കാരായ നമ്മൾ ആരും അവിടെ പോയി നിന്ന് കൊടുക്കണ്ട. എന്തുകൊണ്ട് എനിക്ക് ആധികാരികമായി അങ്ങനെ ചെയ്യരുത് എന്ന് വിലക്കാൻ കഴിഞ്ഞത്? 2016 തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കമ്പ്യൂട്ടറൈസ്ഡായി. നമ്മളെ 2 വർഷത്തിൽ ഒരിക്കൽ നമ്മുടെ ഈ ക്ഷേമനിധിയുടെ അംഗത്വം ലൈവാക്കാൻ നമ്മൾ പുതുക്കി കൊടുക്കുന്നു. ആ ഓരോ പുതുക്കലിനും നമ്മൾ ആധാർ ലിങ്ക്ഡായ ബാങ്ക് അക്കൗണ്ട് വരെ ഉറപ്പാക്കി നമ്മൾ അതിനകത്ത് സേഫാക്കി നിർത്തുന്നു. ഇല്ലേ? ഈ ഡേറ്റയൊക്കെ ഒരു സോഫ്റ്റ്വെയറിൽ കിടക്കുന്നത് മറ്റൊരു സോഫ്റ്റ്വെയറിലേക്ക് മാറ്റണമെങ്കിൽ ഒരു സർക്കാർ ഉത്തരവ് മാത്രം പോരെ. ആ ഉത്തരവിലൂടെ മാറ്റാൻ കഴിയുന്ന ഒരു സംവിധാനത്തിന് ഒരു ദിവസത്തെ തൊഴിലാളികളുടെ ഇല്ലായ്മ ചെയ്യിച്ചുകൊണ്ട് 70 രൂപ ഒരു ഏജൻസിക്ക് കൊടുക്കണമെന്ന് പറയും. ഇതിന് പിന്തുണ പ്രഖ്യാപിക്കേണ്ട ഏത് ബാധ്യതയാണ് കേരളത്തിലെ ഈ 4 ലക്ഷം തയ്യൽ തൊഴിലാളികൾക്ക്? എതിർക്കപ്പെടേണ്ട കാര്യങ്ങളൊക്കെ എതിർത്ത് തന്നെ നമ്മൾ മുന്നേറിക്കൊണ്ട് പോകണം എന്നതിലാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത്. ഇവിടെ തന്നെ ക്ഷേമം അർപ്പണമെന്നൊരു പുസ്തകം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ 3 മാസം മുമ്പ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പ്രസിദ്ധീകരിച്ച് നമ്മൾ ഇക്കാലം അത്രയും 2006 മുതൽ നേടിയെടുത്ത നേട്ടങ്ങളെ ഒക്കെ തന്നെ വിസ്മരിച്ചുകൊണ്ട് നമ്മുടെ 10 രൂപയുടെ റിട്ടയർമെന്റിന്റെ പകുതി പോലും ബെനിഫിറ്റ് ഇല്ലാത്ത ഒരു മോഹന വാഗ്ദാനമായ 1.5 ലക്ഷം രൂപ വരെ പരമാവധി റിട്ടയർമെന്റ് എന്ന് പറയുന്ന ഒരു കാപട്യം ആ പുസ്തകത്തിൽ മറച്ചു പിടിച്ചുകൊണ്ട്
നമ്മുടെ ആളുകളെ കൊണ്ട്, നമ്മുടെ കമ്മിറ്റിക്കാരെ കൊണ്ട് 50 രൂപ വീതം മേടിപ്പിച്ചതിനെയാണ് തിരുവനന്തപുരം സമ്മേളനത്തിലൂടെ വകുപ്പ് മന്ത്രിയെ അടക്കം തെരുവിൽ തടയുമെന്ന് പറയുന്ന പ്രക്ഷോഭം പ്രഖ്യാപിച്ചതിൻ്റെതായ പ്രതിഷേധങ്ങളുണ്ടായി. ആ ചീഫിനെ നീക്കം ചെയ്ത് പുതിയ ചീഫിനെ പോസ്റ്റ് ചെയ്ത്, ആ പോസ്റ്റ് ചെയ്ത ആളാണ് 20 രൂപയിൽ 50 രൂപ ആക്കി 1.5 ലക്ഷം രൂപയുടെ ഒരു പട്ടിക നമ്മളെ കൊണ്ടുവന്ന് കാണിച്ച് വിശ്വസിപ്പിച്ചത്. അയാളോട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അടുത്ത ക്ഷേമതി ബോർഡ് മീറ്റിംഗില് 1.5 ലക്ഷം കിട്ടിയില്ലെങ്കിലും 60,000 വരെ കിട്ടി, ഞങ്ങൾക്ക് 1 ലക്ഷത്തിൽ കുറയാത്ത റിട്ടയർമെന്റ് കൊണ്ട് ഒരു പട്ടികയുമായിട്ടല്ലാതെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഭാവി പരിപാടിയിൽ നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് തയ്യൽ തൊഴിലാളികളെ മാർച്ച് പ്രഖ്യാപിക്കുന്ന സമ്മേളനമാക്കി, ഒരു സമര സമ്മേളനമാക്കി ഞങ്ങളെ അതിലേക്ക് വലിച്ചടിക്കല്ലേ എന്നീ സർക്കാരിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കടമകളെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന് ഹൃദയത്തിൽ എഴുതിക്കൊണ്ട് നിങ്ങൾ ഈ സമ്മേളനം വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം 501 ആളുകളുള്ള സ്വാഗതസംഘത്തിന് ഈ സ്വാഗതസംഘ രൂപീകരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.